ശരിക്കും മോൺവാലി എന്നുള്ള പ്രോജക്റ്റ് ഇൻഫോ പാർക്കിൽ നിന്ന് നമുക്കൊരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണല്ലോ. ഒപ്പം തന്നെ കാക്കനാട് പള്ളിക്കര സ്റ്റേറ്റ് ഹൈവേന്ന് 100 മീറ്ററാണ്. അപ്പോൾ അതൊരു വായനശാല എന്നൊരു മെയിൻ ബസ് ജംഗ്ഷനൂടെയാണ്. ശരിക്കും ഈ ജംഗ്ഷൻ സെക്കൻഡ് പ്ലോട്ടാണ്. അപ്പോൾ അത്രയധികം കൺവീനിയൻസ് ഉണ്ട് ഈ പ്രൊജക്റ്റിനെ സംബന്ധിച്ച്. ശരിക്കും ഇതൊരു കൊമേഴ്സ്യൽ സ്പോട്ടുമാണ്, കൊമേഴ്സ്യൽ പ്ലോട്ടുമാണ്. ഓക്കെ, സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് പലരും ഇന്റീരിയറിനെ പറ്റി തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് അങ്ങ് ലിമിറ്റ് ചെയ്യപ്പെടും. പിന്നെ നമുക്ക് അവിടെ നിന്നുകൊണ്ടേ ഇന്റീരിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ കസ്റ്റമറിനെ അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ വെരി സ്റ്റാർട്ടിങ് തൊട്ട് ഇന്റീരിയറിനെ പറ്റി പ്ലാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലാനിൽ പോലും പലർക്കും ഇപ്പോൾ നമുക്ക് ഫീറ്റ് ഇപ്പം 12x12 അല്ല 12x14 ഇത് നമുക്ക് വരച്ച് കിട്ടുമ്പോൾ ഇത് നമുക്ക് മതിയോ സഫീഷ്യൻ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. പലർക്കല്ല ഒന്ന് നമ്മൾ ഇപ്പം താമസിക്കുന്ന ഏരിയയിലെ ആ ഒരു സ്ക്വയർ ഫീറ്റ് നമുക്ക് ഓക്കെ ആണോ, അതല്ലെങ്കിൽ നമ്മൾ കസ്റ്റമർ പറയും എക്സിസ്റ്റിംഗ് നമ്മുടെ വില്ല തന്നെ കാണാൻ പറയും. കണ്ടിട്ട് ആ ഒരു സ്ക്വയർ ഫീറ്റും സൈസും ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പ്ലാൻ വരയ്ക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ മാക്സിമം സമയം എടുക്കുക. 1, 2, 3 മാസം എടുത്ത് പ്ലാൻ വരയ്ക്കാനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും പ്ലാൻ വരയ്ക്കുന്നതുകൊണ്ട് അവർക്ക് അവരുടെ ആ ഒരു ഇഷ്ടങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഹായ് സർ. ഹായ് നമി. നമ്മളങ്ങനെ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ 2 വ്ളോഗ് നമ്മൾ ചെയ്തതെന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ചെയ്തത് ദ വേവ് കാസിൽ കൊച്ചിയിലത്തെ വില്ല പ്രോജക്റ്റ്, അത് കഴിഞ്ഞ് ദി ആർട്ടിൽ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള വില്ല പ്രോജക്റ്റ്. ഇപ്പം നമ്മൾ വീണ്ടും കൊച്ചിയിലെ തന്നെ മൂൺവാലി എന്ന് പറഞ്ഞ വില്ല പ്രോജക്റ്റിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജെനുവിനായിട്ട് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ലാസ്റ്റ് 2 വ്ളോഗിൻ്റെ റെസ്പോൺസും കാര്യങ്ങളും? ഞങ്ങളെ സംബന്ധിച്ച് ഈ കഴക്കൂട്ടത്തും കാക്കനാടും ഒരു പക്ഷെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു നമ്പർ ഓഫ് വില്ല പ്രൊജക്റ്റുകളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നിമ്മയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റുകളെ ബന്ധപ്പെട്ട് വ്ളോഗ് ചെയ്യുന്ന നിമ്മയാണ്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വ്ളോഗ് നിമ്മയുമായിട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കസ്റ്റമർ റെസ്പോൺസിലൊക്കെ ഉണ്ടായ വ്യത്യാസങ്ങൾ വളരെ നല്ലതാണ്. അപ്പോൾ അതിനകത്തൊരു പ്രത്യേകത പറയാനുള്ളത്, കസ്റ്റമേഴ്സ് നമുക്ക് പ്രൊജക്റ്റുകൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാണ്ട് തന്നെ പ്രൊജക്റ്റുകളെ പറ്റി നമ്മുടെ ഈ വ്ളോഗിലെ ഡീറ്റെയിൽസിലൂടെ തന്നെ നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതുവഴി ഞങ്ങൾക്ക് ബുക്കിങ്ങുകൾ കിട്ടി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും നമുക്ക് നന്നായിട്ട് തോന്നിയൊരു ഫാക്ടർ. അപ്പം ഹാപ്പിയാണ് വ്ളോഗ്സിൽ? തീർച്ചയായിട്ടും ഹാപ്പിയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അടുത്ത വ്ളോഗിൽ ഇപ്പോൾ ഈ ഷോർട്ട് ടൈം വിത്തിട്ട് നമ്മൾ അല്ലേ. അപ്പം ഇന്നത്തെ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂൺവാലി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത് സ്റ്റേറ്റ് ഹൈവേന്ന് 50 മീറ്റർ 100 മീറ്റർ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. ഇൻഫോ പാർക്കിലേക്കും വളരെ അടുത്ത് കിടക്കുന്ന നിങ്ങളുടെ ഒരു വില്ല പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് സാർ പറയാമോ? ശരിക്കും മോൺവാലി എന്നുള്ള പ്രോജക്റ്റ് ഇൻഫോ പാർക്കിൽ നിന്ന് നമുക്കൊരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണല്ലോ. ഒപ്പം തന്നെ കാക്കനാട് പള്ളിക്കര സ്റ്റേറ്റ് ഹൈവേന്ന് 100 മീറ്ററാണ്. അതൊരു വായനശാല എന്നൊരു മെയിൻ ബസ് ജംഗ്ഷനൂടെയാണ്. ശരിക്കും ഈ ജംഗ്ഷൻ സെക്കൻഡ് പ്ലോട്ടാണ്. അപ്പോൾ അത്രയധികം കൺവീനിയൻസ് ഉണ്ട് ഈ പ്രൊജക്റ്റിനെ സംബന്ധിച്ച്. ശരിക്കും ഇതൊരു കൊമേഴ്സ്യൽ സ്പോട്ടുമാണ്, കൊമേഴ്സ്യൽ പ്ലോട്ടുമാണ്. ഓക്കെ, ബില്ലോണെ സംബന്ധിച്ച് ഇപ്പം ഞങ്ങൾ വില്ല പ്രൊജക്റ്റുകൾ ഇപ്പം ശരിക്കും കുറയ്ക്കുകയാണ്. ഞങ്ങളിപ്പോൾ ശരിക്കും അപ്പാർട്ട്മെൻറ്റിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ. ഇപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഇവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 1 ഇയറോളം ആയി ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോഴാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് ഇതൊരു അപ്പാർട്ട്മെന്റ് ആയിരിക്കും ചെയ്യുന്നത്. അത്രയും നല്ല ലൊക്കേഷനിലാണ് ഈ പ്രോജക്റ്റ്. അത്രയും ഒരു കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള ലൊക്കേഷനാണ് ഈ പ്രോജക്റ്റ് നിൽക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ മോൺവാലി എന്നുള്ള പ്രോജക്റ്റ് ശരിക്കും ഇതൊരു കൊമേഴ്സ്യൽ ലാൻഡ് നിൽക്കുന്ന ഒരു റെസിഡൻഷ്യൽ വില്ല പ്രൊജക്റ്റാണ്. അതായത് അത്രയും ഒരു എന്താ പറയുക വാല്യൂ ഉള്ള ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു വില്ല പ്രോജക്റ്റ്. നോർമലി വില്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ ഇത് വായനശാല ജംഗ്ഷനിൽ തന്നെ നിൽക്കാമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര അടുത്താണ് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത്. നമുക്ക് യൂഷ്വലി അപ്പാർട്ട്മെന്റുകളൊക്കെ ഇങ്ങനെ കൊമേഴ്സ്യൽ സ്പോട്ടിൽ കിട്ടാറുണ്ട്. പക്ഷേ വില്ലകൾ നമുക്ക് റെയർ ആയിട്ടൊക്കെ നമുക്ക് കൊമേഴ്സ്യൽ സ്പേസിൽ കിട്ടാറുള്ളൂ. യെസ്. ഇനി നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ സാർ, ഇത് എത്ര ഏക്കറിൽ എത്ര വില്ല വരുന്ന ഒരു പ്രോജക്റ്റാണ്? ശരിക്കും ഇത് 1.5 ഏക്കേഴ്സിലാണ്. 1.5 ഏക്കേഴ്സിൽ 80 വില്ലാസാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഈ മെയിൻ റോഡിൽ നമുക്ക് ഈ പ്രൊജക്റ്റിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ പറഞ്ഞൊരു 100 മീറ്റേഴ്സ്. അപ്പോൾ ഈ മെയിൻ റോഡിൽ നമുക്കുള്ള ഈ റോഡ് അപ്രോച്ച് റോഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു 200 മീറ്റേഴ്സിലെ ഡെഡ് എൻഡ് റോഡാണ്. അവിടെ റോഡ് തീരുകയാണ്. അപ്പോൾ ഈ റോഡിൽ ഈ നമ്മുടെ ഈ വില്ല അല്ലാണ്ട് പിന്നുള്ളത് ഈ ലാൻഡ് ഓണേഴ്സിന്റെ 2-3 വീടുകൾ മാത്രമാണ്. ശരിക്കും ഒരു പ്രൈവറ്റ് ഒരു ഏരിയ ആണ് അല്ലേ. ആ റോഡും എല്ലാം ഒരു പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഏരിയയിലാണ് വരുന്നത് അല്ലേ. ഈ സിറ്റിയുടെ ഈ ഒരു സ്പേസിൽ നമുക്ക് ഇത്രയും നന്നായിട്ടൊരു
ഒരു പ്രൈവറ്റ് ഏരിയ പോലെ, ഒരു മെയിൻ റോഡാണെങ്കിൽ പോലും നമ്മുടെ ഒരു കൈൻഡ് ഓഫ് നമ്മുടെ പ്രൈവറ്റ് റോഡ് പോലെയാണ്. അവിടെ വേറെ ട്രാഫിക്കോ റഷ്യോ കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഞങ്ങൾ ഈ മൂൺ വാലി എന്നുള്ളത് ശരിക്കും ഇതൊരു വാലി പോലെയാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് ഇപ്പോൾ 1.5 acres പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള സ്പേസ് ഒരു 5-6 acres ഈ ലാൻഡ് ഓണേഴ്സിൻ്റെ ലാൻഡ് തന്നെയാണ്. അവിടെ 2-3 വീടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ മെയിൻ റോഡ് പോലും നമ്മുടെ ഒരു പാർട്ടാണ് നമ്മുടെ പാർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന റോഡാണ്. അപ്പോൾ അത്രയും ഒരു അതാണ് ഞങ്ങൾ ഇതിന് മൂൺ വാലി എന്നുള്ള പേരിട്ട്. ഒരു ശരിക്കും ഒരു സ്പെഷ്യൽ ഏരിയ ആണ്. അതുപോലെ തന്നെ ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. പക്ഷെ നമുക്ക് വളരെ അടുത്താണ് സ്റ്റേറ്റ് ഹൈവേ വരുന്നത് അല്ലേ? ഈ മൂൺ വാലി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഒരു ഓൺഗോയിങ് പ്രോജക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു 40% ഒക്കെ നമുക്ക് സെയിൽ ഓൾറെഡി ആയിരിക്കുന്ന പ്രോജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലയൻറ്റ് ബേസ് എന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ ഇൻഫോ പാർക്കുകാർ, അങ്ങനെ IT റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണോ വരുന്നത്? അതെ. നമുക്ക് ശരിക്കും 40% സോൾഡ് ഔട്ട് ആണ്. ഇവിടെ നല്ലതായിട്ട് അതിൻ്റെ വർക്കുകൾ പ്രോഗ്രസ് ആവുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ ഈ IT-കാരെ സംബന്ധിച്ച്, അപ്പോൾ ഞാനും ബേസിക്കലി IT നിന്നാണ് ഞാനും ബിൽഡർ ആയത് ഇതിലേക്ക് വരുന്നത് ശരിക്കും. അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ച് ഇവർക്കൊക്കെ യങ്സ്റ്റേഴ്സ് ആണ് കൂടുതൽ. അപ്പോൾ ഇവർക്കൊക്കെ കുട്ടികളൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്നവരൊക്കെയാണ്. അപ്പം മേജർ സ്കൂളുകളൊക്കെ അറിയാമല്ലോ, കാക്കനാടിനെ ബേസ് ചെയ്താണ്. ഇപ്പം സംസ്കാരമായിട്ട് അല്ല, രാജഗിരിയുടെ സ്കൂളായിട്ട്, മർത്തോമ സ്കൂള്, അങ്ങനെ. അപ്പം മേജർ സ്കൂളുകളൊക്കെ നമുക്കിവിടെ ഈ കാക്കനാടിൻ്റെ നിയറസ്റ്റ് ആണ് ശരിക്കും ഉള്ളത്. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊന്ന് വീട്ടിൽ പോയി വരാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ, അല്ല താമസിക്കുന്ന സ്ഥലത്ത് ഒന്ന് പോയി വരിക എന്നുള്ളത് IT-കാരുടെ ഡ്രീമാണ്. അപ്പം ചിലപ്പോൾ അത് കുട്ടികളെ ഡേ കെയറിൽ നിന്ന് എത്തിക്കാനോ ഡേ കെയറിലേക്ക് വിടാനോ ഒക്കെ ആയിരിക്കാം. പിന്നെ ഒപ്പം തന്നെ ഈ സ്കൂൾ ബസ്സുകളൊക്കെ നമ്മുടെ പ്രൊജക്റ്റിൽ വന്ന് ഒരു എന്താ പറയുക, കുട്ടികളെ എടുക്കാനും തിരിച്ചു കൊണ്ടുവിടാനുള്ളൊരു സൗകര്യമൊക്കെ അതൊക്കെ ഈ IT-കാരെ സംബന്ധിച്ചൊരു അവരൊരു ഡ്രീമാണ്. നമുക്കൊരു സേഫ് സോൺ അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ മെയ്ഡ്സ് ഒക്കെ വരാനുള്ള അവൈലബിലിറ്റി. ഇപ്പം പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷൻ പറയുമ്പോൾ നമ്മൾ ഇപ്പം മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് 100 മീറ്റേഴ്സാണ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ആൾക്ക് വോക്ക് ചെയ്ത് നമ്മുടെ ഇതിലേക്ക് എത്താനുള്ള ഒരു കൺവീനിയൻസ് ഒക്കെ ഈ പ്രൊജക്റ്റിലുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ വേണമെങ്കിൽ വീട്ടിലൊക്കെ വന്ന് ലഞ്ച് കഴിച്ച് തിരിച്ചു പോവാം. അത്രയും ഒരു അടുത്ത് കിടക്കുന്ന ഒരു ഓപ്ഷനാണ്. ഈ പ്രൊജക്റ്റിന്റെ ക്യാപ്ഷൻ തന്നെ അങ്ങനെയാണ്, വർക്ക് ക്ലോസ് ടു ഹോം. അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റിനെ വിളിക്കുന്നത്. ക്യാപ്ഷനും അങ്ങനെ തന്നെയാണ്. ഓക്കെ. ഇപ്പൊ ഈ ഒരു മൂൺ വാലി എന്ന് പറഞ്ഞ ഈ ഒരു വില്ല പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് വായനശാല ജംഗ്ഷനിൽ നിന്ന് 100 മീറ്ററേ ഉള്ളൂ. അത് കൂടാതെ എന്താ പിന്നെ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിന്റെ ഒരു മേജർ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് സാറിന് എന്താ പറയാനുള്ളത്? ഇതിൻ്റെ വാട്ടർ സോഴ്സ് ആണ്. അപ്പം ശരിക്കും മുനിസിപ്പൽ വാട്ടർ അവിടെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മളിപ്പോൾ ഈ 40% നമ്മൾ സോൾഡ് ഔട്ട് ആണ്, കൺസ്ട്രക്ഷൻ നടക്കുന്നതെന്ന് പറയും. ഇതിനുള്ള വെള്ളം കംപ്ലീറ്റ് നമ്മൾ എടുക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ലാൻഡ് ഓണറുടെ ഏരിയയിൽ നമ്മുടെ പ്ലോട്ടിൽ ഒരു വലിയ കുളമുണ്ട്. ഈ കുളത്തിൽ നിന്നാണ് നമ്മൾ ഇതിനുള്ള കൺസ്ട്രക്ഷനുള്ള വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്കിവിടെ കിണർ വെള്ളം കിട്ടും എന്നുള്ളതാണ്. ബോർവെൽ നമ്മൾ ബാക്കപ്പായിട്ട് കൊടുക്കും, പക്ഷേ എങ്കിൽ പോലും കിണർ വെള്ളം കിട്ടും എന്നുള്ളതാണ്. ശുദ്ധജലത്തിൻ്റെ അവൈലബിലിറ്റിയാണ് നമ്മളിനകത്ത് ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ളത് അല്ലേ? അതുപോലെ സാർ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ 1.5 ഏക്കറിൽ നമുക്ക് 18 വില്ലകളെ വരുന്നുള്ളൂ. പിന്നെ എനിക്ക് അത്യാവശ്യം ഓപ്പൺ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് മൂൺ വാലി. അപ്പോൾ നമ്മളിതിൽ ഈ ഒരു വില്ലയുടെ സൈസ് അല്ലെങ്കിൽ ലാൻഡ് ഏരിയ അതൊക്കെ എത്ര തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയാമോ? നമുക്ക് 5 സെൻസ് ആണ്. ഇപ്പം ലക്ഷറി പ്രോജക്റ്റുകൾ നമ്മൾ 5 സെൻസ് താഴെ അങ്ങനെ ചെയ്യാറില്ല. 5 സെൻസ് 2000 സ്ക്വയർ ഫീറ്റ് ആണ് മിനിമം നോർമലി വരുന്നത്. അതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്, കൊടുക്കുന്നുണ്ട്. നമ്മുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റും. അതെ, അതൊരു 6 months കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. റിമൈനിങ് ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ തന്നെ ബിൽഡ് ചെയ്തായിരിക്കും സെല് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എലിവേഷൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ട് അവർക്ക് ഇൻസൈഡ് പ്ലാനൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെ അല്ലേ? ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എത്ര തൊട്ടാണ് സാർ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊമേഴ്സ്യൽ പ്ലോട്ടാണ്. കൊമേഴ്സ്യൽ പ്ലോട്ട് നിൽക്കുന്ന റെസിഡൻഷ്യൽ വില്ലയാണ്. പക്ഷേ എങ്ങനെയാണ് ഒരു 1.5 CR തൊട്ടൊക്കെ ഇത് നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു റേഞ്ചിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അല്ല, ആ ഒരു ലൊക്കേഷനിൽ എനിക്ക് തോന്നുന്നു ഈവൺ അപ്പാർട്ട്മെന്റ്സ് പോലും നല്ല റേറ്റ് വരുന്ന ലൊക്കേഷനാണ്. അപ്പം വില്ല നമുക്കൊരു 5 സെൻസും 2000 സ്ക്വയർ ഫീറ്റും ആ ഒരു റേഞ്ച് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് ഈ ഇൻഫോ പാർക്കിന്റെ ഇത്ര അടുത്ത് വരുന്ന ഒരു ഓപ്ഷൻ ആകുമ്പോൾ അതൊരു നല്ലൊരു പ്രൈസിങ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ഡിസൈൻ പാർട്ട് എങ്ങനെയാണ് വരുന്നത്? അതായത് ഒരു കണ്ടംപററി സ്റ്റൈല് അല്ലേ? അങ്ങനെ നമ്മുടെ കൂടുതലും ഒരു കണ്ടംപററി സ്റ്റൈലാണ് നമ്മൾ എപ്പോഴും കണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പറയാമോ? ശരിക്കും വളരെ ഭംഗിയുള്ള ഡിസൈനാണ്. നമുക്ക് കണ്ടാൽ ആർക്കും ഒറ്റ നോട്ടത്തിന് ഇഷ്ടം ഉണ്ടാവുന്ന ഒരു ഫ്രണ്ട് എലിവേഷനാണ് ശരിക്കും ഇതിൻ്റെ. അപ്പോൾ അത് ഇത്തരം വില്ലകൾ ഒരേപോലെ തന്നെ ആ ഫ്രണ്ട് എലിവേഷൻ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു യുണീക്കായിട്ട് തന്നെ ഉള്ള ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ. നമ്മുടെ മിക്ക പ്രോജക്ട്സും നമ്മൾ വില്ല പ്രോജക്ട്സ് നോക്കുകയാണെങ്കിൽ അത് കസ്റ്റമൈസേഷനും നമ്മൾ നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പേര് പോലെ തന്നെ ബിൽഡ് ഓൺ എന്ന് പറയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ കസ്റ്റമൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബിൽഡറാണ്. നോർമലി ഒരുപാട് ബിൽഡേഴ്സ് അങ്ങനെ കസ്റ്റമൈസേഷൻ ഒത്തിരി ചെയ്യാനായിട്ട് സമ്മതിക്കാറില്ല. കുറച്ച് കാര്യങ്ങൾ അവർ ലിമിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ?
അപ്പോൾ ആ ഒരു കസ്റ്റമൈസേഷൻ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? ഈ കസ്റ്റമൈസേഷന് നമ്മൾ ശരിയാണ്, നമ്മൾ നന്നായിട്ട് തന്നെ കസ്റ്റമൈസേഷൻസ് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമ്മളത് ചെയ്യുന്നതിന് നമ്മുടേതായ ഒരു വേ ഉണ്ട്. അപ്പം നമ്മൾ കസ്റ്റമറോട് എപ്പോഴും പറയാറുണ്ട്, ആർക്കിടെക്ചർ പ്ലാൻ മാത്രമല്ല, ഇതിനൊപ്പം തന്നെ ഇൻറ്റീരിയറിൻ്റെ പ്ലാനോട് കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്കൊരു ഇൻറ്റീരിയർ ഡിവിഷൻ ഉണ്ട്, ലിവോൺ ഇൻറ്റീരിയേഴ്സ്. കുറച്ചൊക്കെ ലിവോൺ ആയിരിക്കും ചെയ്യുന്നത്. അതല്ല, ചിലപ്പോൾ കുറേയധികം ആൾക്കാർ പുറത്തൊന്നും ചെയ്യാറുണ്ട്. അത് എന്താണെങ്കിലും പ്രോബ്ലം ഇല്ല, പുറത്തുനിന്ന് ആളുകൾ നമ്മളാണെങ്കിലും ഒന്നും പ്രശ്നങ്ങളില്ല. പക്ഷേ നമ്മൾ പറയും ആർക്കിടെക്ചർ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ തന്നെ, ഇപ്പോൾ ഒരു ബെഡ്റൂമിൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറയും അവിടെ നമുക്ക് ഹെഡ് പൊസിഷൻ എങ്ങോട്ടാണ്, അല്ലെ കബോർഡ് എവിടെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്ലാനോടൊപ്പം തന്നെ ചെയ്തു പോകണം. ഇതിൻ്റെ പ്ലാനും കംപ്ലീറ്റ് ചെയ്യണം, ഇതിൻ്റെ 3Dയും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആർക്കിടെക്ചർ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എൻ്റയർ ബിൽഡിങ്ങിൻ്റെ അത് എനിവേ ഔട്ട് സൈഡ് യുണീക്കാണ്, ഫ്രണ്ട് എലിവേഷൻ യുണീക്കാണ്. അതെ, പക്ഷേ ഇൻസൈഡിനകത്ത് എല്ലാവർക്കും വ്യത്യാസം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇൻസൈഡിൻ്റെ 3Dയും കൂടെ കംപ്ലീറ്റ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് കളർ, ടൈലിൻ്റെ കളർ എന്താണ്, വോളിൻ്റെ കളർ എന്താണ്, കർട്ടൻസ് എന്താണ്, എങ്ങനെയാണ് വരേണ്ടത്, ഇതിൻ്റെ എല്ലാം കളർ പാറ്റേൺസ് ഡിസൈൻ ചെയ്ത് പോകാൻ പറ്റും. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർ ഈ വില്ലയുടെ ഹാൻഡിങ് ഓവർ കഴിഞ്ഞിട്ടാണ് ഇന്റീരിയർ തുടങ്ങാൻ പോകുന്നത്. അതെ അതെ അതെ, സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് പലരും ഇന്റീരിയറിനെ പറ്റി തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് സ്കോപ്പ് അങ്ങ് ലിമിറ്റ് ചെയ്യപ്പെടും. പിന്നെ നമുക്ക് അവിടെ നിന്നുകൊണ്ടേ ഇന്റീരിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ കസ്റ്റമറിനെ അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ വെരി സ്റ്റാർട്ടിങ് തൊട്ട് ഇന്റീരിയറിനെ പറ്റി പ്ലാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലാനിൽ പോലും പലർക്കും ഇപ്പോൾ നമുക്ക് ഫീറ്റ് ഇപ്പം 12x12 അല്ല 12x14 ഇത് നമുക്ക് വരച്ച് കിട്ടുമ്പോൾ ഇത് നമുക്ക് മതിയോ സഫീഷ്യൻ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. പലർക്കല്ല ഒന്ന് നമ്മൾ ഇപ്പം താമസിക്കുന്ന ഏരിയയിലെ ആ ഒരു സ്ക്വയർ ഫീറ്റ് നമുക്ക് ഓക്കെ ആണോ, അതല്ലെങ്കിൽ നമ്മൾ കസ്റ്റമർ പറയും എക്സിസ്റ്റിംഗ് നമ്മുടെ വില്ല തന്നെ കാണാൻ പറയും, കണ്ടിട്ട് ആ ഒരു സ്ക്വയർ ഫീറ്റും സൈസും ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പ്ലാൻ വരയ്ക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ മാക്സിമം സമയം എടുക്കുക, 1, 2, 3 മാസം എടുത്ത് പ്ലാൻ വരയ്ക്കാനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും പ്ലാൻ വരയ്ക്കുന്നതുകൊണ്ട് അവർക്ക് അവരുടെ ആ ഒരു ഇഷ്ടങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റും. പിന്നെ നമ്മളുടെ ഒരു ഇന്റീരിയറും സർവീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? ഇന്റീരിയറും കൂടി ഇതിനകത്ത് ഇത് പലർക്കും അറിയില്ല ശരിക്കും. എല്ലാവരും ഇന്റീരിയറിനെ പറ്റി തിങ്ക് ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ എൻഡിങ് സ്റ്റേജിലാണ്, കഴിഞ്ഞിട്ടാണ് നോക്കുന്നത്. അല്ലപ്പോൾ നമുക്ക് കുറേ സ്ഥലത്ത് മാറ്റേണ്ടി വരും, മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, അവിടെ മാറ്റാൻ പറയും അല്ലേ? സ്വിച്ചസ് പ്രത്യേകിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ആൾക്കാർ കൂടുതലും ചെയ്യുന്നത്. വയറിങ്ങിന്റെ പ്ലാനൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആർക്കിടെക്ചർ പ്ലാൻ ഒപ്പം തന്നെ കൊണ്ടുപോകേണ്ടതാണ്. അപ്പം നമ്മൾ കസ്റ്റമർ അങ്ങനെ തന്നെ പറയാറുണ്ട്, നമ്മൾ നിർബന്ധിച്ച് അത് ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഈ കബോർഡ്സ് ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടില്ലേ, ബെഡ്റൂം സ്പേസ് നമുക്ക് ഓക്കെ ആയിരിക്കും, പിന്നീട് കബോർഡ് വരുമ്പോൾ പുറത്തേക്ക് പ്രൊജക്ട് സ്പേസ് ഇല്ലാണ്ടാവും. പക്ഷേ ഇത് ഇനിഷ്യലി പ്ലാൻ ചെയ്യണം, നമുക്കിതൊക്കെ ആ ഒരു വാളിൻ്റെ ഭാഗമായിട്ട് തന്നെ കബോർഡ്സിനെയും ഡ്രസ് ഏരിയ ഒക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് വീടുകൾ ഓരോ വർഷങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ല വശങ്ങൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. നമ്മളത് കസ്റ്റമറിനെ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഒരു മേജർ കസ്റ്റമേഴ്സ് അത് ചെയ്തു പോകാറുണ്ട്. പിന്നെ ഉണ്ടല്ലേ സാറേ, ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു മേജർ അമ്യൂണിറ്റീസ് വരുന്നത്? ലൊക്കേഷൻ തന്നെയാണ് ശരിക്കും ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വെൽ വാട്ടർ കിട്ടും, സഫീഷ്യൻ്റ് ആയിട്ട് വാട്ടർ സോഴ്സ് ഉണ്ടെന്നുള്ളതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ കേബിൾ ഫ്രീ ലേഔട്ടാണ്, എല്ലാം അണ്ടർഗ്രൗണ്ട് കേബിളിങ്ങും കാര്യങ്ങളും എല്ലാം ആണ്. പിന്നെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വില്ലയാണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വില്ല പ്രോജക്റ്റുകൾ ചെയ്യുന്ന എൻ്റെ ഫിനിഷ് കണ്ടിട്ടാണ്, അവിടുന്ന് ബാക്കിലേക്കാണ് നമ്മളെപ്പോഴും ഡിസൈൻ തൊട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസ്ഡ് വില്ല പ്രോജക്റ്റാണ്. ഇപ്പം നല്ലൊരു ക്ലബ് ഹൗസ് ഫെസിലിറ്റി ഉണ്ടാവും, ഒരു 100 സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ള ഒരു ക്ലബ് ഹൗസ് ഉണ്ടാവും, ബാഡ്മിൻ്റൺ കോർട്ട്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, അങ്ങനെ നമ്മൾ സാധാരണ കൊടുക്കാവുന്ന എല്ലാ നല്ല അമ്യൂണിറ്റീസ് ഒക്കെ തന്നെ ഉണ്ടാവും, നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പം ഇത് നമ്മുടെ ഒരു 3ാമത്തെ വ്ളോഗാണല്ലോ. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇപ്പം നമുക്ക് പല ആൾക്കാരും കാണാതെയൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ടെന്ന് സാർ പറഞ്ഞല്ലോ. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ്സ് കണ്ട് വിളിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് നമ്മുടെ വ്ളോഗ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും പലരും. അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുമ്പോഴായിരിക്കും അവർ ബുക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഓഫർ കാര്യങ്ങൾ ഈ ഒരു പ്രോജക്റ്റിൽ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? യൂഷ്വലി നമ്മൾ വില്ല പ്രോജക്റ്റുകൾ അങ്ങനെ ഓഫേഴ്സായിട്ട് അങ്ങനെ കൊടുക്കാറില്ല. കാരണം വില്ലയെ സംബന്ധിച്ച് നമുക്ക് നല്ല സെയിലാണ്, എല്ലാ കാലവും നല്ല സെയിൽസാണ്. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഓഫറാണ്. ലാൻഡ് രജിസ്ട്രേഷൻ കോസ്റ്റ് ഇപ്പം എല്ലാ ബിൽഡേഴ്സും നമുക്ക് സ്ക്വയർ ഫീറ്റ് എമൗണ്ട് പറയുമ്പോൾ ലാൻഡ് രജിസ്ട്രേഷൻ കോസ്റ്റ് എപ്പോഴും എക്സ്ട്രാ ആയിട്ടാണ് കസ്റ്റമർ പേ ചെയ്യേണ്ടതായിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ ലാൻഡ് രജിസ്ട്രേഷൻ്റെ കോസ്റ്റ് അത് അറൗണ്ട് 4 to 5 lakhs വരും. ഇപ്പം മെയിൻ റോഡ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് നല്ല ഗവൺമെൻറ് ഫെയർ വാല്യൂ ഉണ്ട് അവിടെ. അപ്പോൾ ആ ഒരു 4 to 5 lakhs എമൗണ്ട് ലാൻഡ് രജിസ്ട്രേഷൻ കോസ്റ്റിന് നമ്മൾ കസ്റ്റമറിന് ചാർജ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് 1 monthിലേക്ക് നമുക്ക് അങ്ങനെ ഒരു അപ്പോൾ ഒരു June 30 വരെയുള്ള ബുക്കിംഗ്സിന്. അതെ തീർച്ചയായിട്ടും അതുവരെയുള്ള ബുക്കിങ്ങുകൾക്ക് നല്ല ഓഫറാണ്. അതെ നല്ല ഓഫറാണ്, കാരണം അത് ഓൾ ഇൻക്ലൂസീവ് ആയിട്ട് കൊടുക്കാന്ന് പറയുമ്പോൾ അതൊരു നല്ല ഓഫറാണ് അല്ലേ? അതുപോലെ ശരി, നമുക്ക് ഇതിൻ്റെ ഒരു ലീഗൽ പാർട്ട്, ഇപ്പം എനിക്കറിയാം റെറയും കാര്യങ്ങളും എല്ലാം അപ്രൂവ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ബിൽഡറാണ്, എന്നാലും അതൊരു മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ആ ഒരു സെക്ഷൻ ഒന്ന് പറയാം. അതെ, നമുക്ക് ലോക്കൽ അതോറിറ്റിയുടെ മുനിസിപ്പാലിറ്റി അപ്രൂവൽ ഉണ്ട്, റെറയുടെ അപ്രൂവൽ ഉണ്ട്. എല്ലാ അപ്രൂവൽസും നമുക്ക്
ക്ലിയർ ആണ്. ബാങ്ക് അപ്രൂവൽസ് അതെ അല്ലേ? അതെ. പിന്നെ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഈ പ്രൊജക്റ്റുകൾ ആൾക്കാർ റെറയുടെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യണം. ഏതൊരു ബിൽഡറെ എടുത്തെങ്കിലും നമ്മൾ ആ റെറ നമ്പർ വെച്ചിട്ട് നമ്മൾ റെറയുടെ സൈറ്റിൽ കയറിയിട്ട് എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്തിട്ട് ആരും ഇവിടെയാണെങ്കിലും ഏത് പ്രൊജക്റ്റിനകത്ത് എൻഗേജ് ആകാവും. എനിക്ക് പേഴ്സണലി എല്ലാവരോടും പറയാനുള്ളതാണ് കാര്യമാണ് അല്ലേ? അപ്പോൾ സാർ ഒരുപാട് സന്തോഷം വീണ്ടും ഒരു പ്രൊജക്റ്റായിട്ട് നമ്മുടെ അടുത്ത് വന്നതിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ നെക്സ്റ്റ് ട്രിവാൻഡ്രം പ്രോജക്റ്റിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഡീറ്റെയിൽസും റെറയും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും ഒരു വ്ളോഗായിട്ടിരിക്കാം. താങ്ക് യു. അതെ, ഞങ്ങൾ റെറയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ട്രിവാൻഡ്രം പ്രോജക്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ കൊച്ചിയായിരുന്നു, ട്രിവാൻഡ്രം ചെയ്ത് വീണ്ടും കൊച്ചി ചെയ്തു, വീണ്ടും ട്രിവാൻഡ്രം അല്ലേ? നമുക്ക് ട്രിവാൻഡ്രം പ്രോജക്റ്റ് ചെയ്യാം. ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ ഈ ഒരു ഇത് ആസ്വദിച്ച് ചെയ്യുന്നവരാണ്. സിവിൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്ന വളരെ സന്തോഷമുള്ള കാര്യം. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു. ബൈ.